ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആം യുവർ നിമിഷ ഡേവിസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് എക്സൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് തൊട്ട് നമ്മളുടെ എക്സൽ ഫോർ ഡാറ്റ അനാലിസിസ് എന്നൊരു സീരീസിൻ്റെ മെയിനായിട്ട് ആക്ച്വൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് ഇന്നത്തെ വീഡിയോ തൊട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ തിയറിയും പ്രാക്ടിക്കലും ഇങ്ങനെ എല്ലാം കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഡാറ്റ അനാലിസിസിൻ്റെ കൺസെപ്റ്റുകളും അതൊക്കെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ടാവും. ഫൈൻ, എക്സൽ മാത്രമായിട്ടല്ല ഇതിലുണ്ടായിരിക്കാം. ഓക്കെ, സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ നമ്മുടെ മറ്റേ ചാനലും കൂടി ഉണ്ടല്ലോ, എവിടെ അത് ഓക്കെ, 1 സെക്കൻഡ്, എവിടെ ദേ ഈ 2 ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കേട്ടോ, മസ്റ്റാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാനിവിടെ ഒന്ന് എക്സൽ ഓപ്പൺ ചെയ്യട്ടെ. വേണ്ട, ആദ്യം ഒരു നോട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഇപ്പോൾ എക്സൽ പഠിക്കുന്നത് മെയിനായിട്ടും ഡാറ്റ അനാലിസിസ് എന്നൊരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ പവർ ബി നിങ്ങളൊക്കെ ഓൾറെഡി നോക്കിയിട്ടുണ്ടെങ്കിൽ പവർ ബി ഐ, നമ്മൾ നംപൈ പാണ്ഡസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരാണെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ ഉണ്ടല്ലോ, എവിടെ ഈ നിമിഷ ഡേവിസ് എന്ന് പറഞ്ഞൊരു ചാനലില്ലേ, ഫീച്ചേർഡ് സെക്ഷനിൽ കിടപ്പുണ്ടായിരിക്കും. ആ ചാനലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റെ പവർ ബി ഐയുടെ സീരീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. ഫൈൻ, അത് എവിടെയാണെന്ന് തപ്പി പിടിച്ചെടുത്തോളൂ. നിങ്ങൾ താഴോട്ട് പോയാലും എവിടെയാണെങ്കിലും ഉണ്ടായിരിക്കും, കംപ്ലീറ്റ് ഉണ്ടായിരിക്കും, A to Z കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ അനാലിസിസ് വിത്ത് എക്സൽ എന്നൊരു ടോപ്പിക് എന്നൊരു സീരീസ് ആണ് ഈ ഒരു ഇതിലുണ്ടായിരിക്കുക. എന്തായിരിക്കും ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ? നമുക്കൊരു ഡാറ്റ ഉണ്ടായിരിക്കും അല്ലേ. നമ്മുടെ എല്ലാം ഡാറ്റാസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഓരോ കീ പ്രസ് ചെയ്യണത് അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ലോഗായിട്ട് സ്റ്റോർ ആവുന്നുണ്ടായിരിക്കും. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെ ഒരു ഡാറ്റയാണ്. അതേപോലെ നമ്മളുടെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് അതൊരു ഡാറ്റയാണ്. ഹോസ്പിറ്റലിലെ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് അത് വേറെ ഡാറ്റയാണ് അല്ലേ. അങ്ങനെ പല പല ഡാറ്റാസുകൾ ഇന്നത്തെ വേൾഡിൽ അവൈലബിൾ ആണ്. ഒരുപാട് ഡാറ്റാസ് ഉണ്ട് ഇല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാറ്റേനെയൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ക്ലീൻ ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്നൊരു യൂസ്ഫുൾ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നിട്ട് ആ ഒരു പാറ്റേണിൽ നിന്നൊരു കൺക്ലൂഷനിലെത്താം, അതിന് വേണ്ട ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം, ഡാറ്റ അനാലിസിസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാനതൊന്ന് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. പ്രോസസ് ഓഫ് എന്തായിരുന്നു, ഫസ്റ്റ് വേണമെങ്കിൽ ഇൻസ്പെക്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം, ഇൻസ്പെക്ടിങ്. അതേപോലെ എന്താ ക്ലീനിങ്, പിന്നെ വേണമെങ്കിൽ എന്താ ട്രാൻസ്ഫോമിങ് ആൻഡ് മോഡലിംഗ് ഡാറ്റ. ഓക്കെ, അതെന്തിനായിരിക്കും, നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിങ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫൈൻ, ഡാറ്റ അനാലിസിസ് പല ടൈപ്സുകൾ വരുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സുകൾ അല്ലെങ്കിൽ കുറച്ച് അപ്രോച്ചസുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് വൺ വരുന്നതാണ് ഡാറ്റ മൈനിങ്. ഓക്കെ, ഞാൻ ആദ്യം അപ്രോച്ചസുകളൊന്ന് ടൈപ്പ് ചെയ്യാം. ഡാറ്റ മൈനിങ് ഉണ്ട്, അതേപോലെ തന്നെ BI ബിസിനസ് ഇൻ്റലിജൻസ് ഉണ്ട്, പിന്നെ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഉണ്ട്, പിന്നെ ഏതാ പ്രിഡിക്റ്റീവ് അനാലിസിസ് ഉണ്ട്. സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ടേ, ഞാൻ വേഗം ടൈപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. പിന്നെ വരുന്നത് ടെക്സ്റ്റ് അനലറ്റിക്സ്. ഇത്ര കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട കുറച്ച് അപ്രോച്ചസ്. ഓക്കെ, ഡാറ്റ അനാലിസിസ് അപ്രോച്ചസ് എന്ന് വേണമെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്യാം, ഡാറ്റ അനാലിസിസ് അപ്രോച്ചസ്. ഫൈൻ, ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഡാറ്റാസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ
ഒരു ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡാറ്റാസ് ഉണ്ടായിരിക്കും. അപ്പം അതിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്ന് നമുക്കിപ്പോൾ ഈ ഒരു പാറ്റേൺ, 1 സെക്കൻഡ്, ഓക്കെ, നമ്മളെന്താ പറഞ്ഞേ, ഡാറ്റ മൈനിങ്. ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയൊരു ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡാറ്റാസ് ഉണ്ടായിരിക്കും. അപ്പം അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺസോ ട്രെൻഡ്സോ അല്ലെങ്കിൽ ഇൻസൈറ്റ്സോ ഒക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ഓക്കെ, അതിനായിട്ട് നമുക്ക് കുറച്ച് ഇപ്പോൾ വേണമെങ്കിൽ മെഷീൻ ലേണിംഗ് മെത്തേഡ്സുകളോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സുകളോ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് ടെക്നിക്സോ അങ്ങനെ പല മെത്തേഡ്സുകളും യൂസ് ചെയ്തിട്ട് വലിയ വലിയ ഡാറ്റാ സെറ്റിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺസും ട്രെൻഡ്സും ഇൻസൈറ്റ്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഡാറ്റ മൈനിങ്. ഓക്കെ, ഞാൻ അതും കൂടി വേണമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. എന്താ, ഓക്കെ, എക്സ്ട്രാക്ടിങ് യൂസ്ഫുൾ പാറ്റേൺസ്, പിന്നെന്താ ട്രെൻഡ്സ് ആൻഡ് ഇൻസൈറ്റ്സ് ഫ്രം ലാർജ് സെറ്റ്സ് ഓഫ് ഡാറ്റ യൂസിങ് പല മെത്തേഡ്സ് ഉണ്ടായിരിക്കാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, മെഷീൻ ലേണിംഗ് ആൻഡ് ഡാറ്റാബേസ് ടെക്നിക്സ്. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. അങ്ങനെ പല മെത്തേഡ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺസോ ട്രെൻഡ്സോ ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്, ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്. അതിൽ ഡാറ്റ കളക്ഷൻ ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മൈനിങ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള കോർ സ്റ്റെപ്പ്. പിന്നെ അതിൽ നിന്ന് പാറ്റേൺ ഇവാലുവേറ്റ് ചെയ്യും, പിന്നെ നമ്മളത് പ്രസന്റ് ചെയ്യും. അങ്ങനെ പല പല സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പൊ എത്ര മനസ്സിലാക്കുക, എന്താണ് നമ്മുടെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള യൂസ്ഫുൾ പാറ്റേൺസും ട്രെൻഡ്സും ഇൻസൈറ്റ്സ് ഒക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം ബൈ യൂസിങ് വേരിയസ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ്. ഓക്കെ, ഇനി ബിസിനസ് ഇന്റലിജൻസ് അല്ലെങ്കിൽ BI എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിനെ നമുക്കൊരു ടെക്നിക്കെന്നും കൂടി പറയാം, അതേപോലെ ടൂളെന്നും കൂടി പറയാം. ഫൈൻ. ഇപ്പൊ നമ്മള് എന്താ പവർ BI, നമ്മളെ മറ്റേ ചാനലിൽ പവർ BI പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു BI ടൂളാണ്. ഓക്കെ, അതിനെ നമുക്ക് ഈ ഒരു BI ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അത് ടൂൾസ് ആവാം, ടെക്നോളജീസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ് ആവാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ഡാറ്റനെ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും പിന്നെ എന്താണ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഡിസിഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രസന്റ് ചെയ്യും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയാം. ഓക്കെ, ടെക്നോളജീസ്, അതല്ലെങ്കിൽ എന്താ ടൂൾസ് ആൻഡ് പ്രോസസ്. ഓക്കെ, ദാറ്റ് യൂസ് ടു കളക്ട്, പിന്നെ വേണമെങ്കിൽ അനലൈസ് ആൻഡ് പ്രസന്റ് ബിസിനസ് ഡാറ്റ in order to make better decisions. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ BIയുടെ കുറച്ച് കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് BI എന്ന രീതിയിൽ പറഞ്ഞത് പവർ BIയുടെ ട്യൂട്ടോറിയൽ ഉണ്ട്, അത് നിങ്ങൾ കാണാം കേട്ടോ. ഫസ്റ്റ് പവർ BIയുടെ ഫസ്റ്റ് കാണാം, എന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. അപ്പൊ അതിൽ ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്രിഡിക്റ്റീവ്, പ്രിസ്ക്രിപ്റ്റീവ് അങ്ങനെ പല ടൈപ്പ് BI ഫങ്ഷൻസ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അതിലും പറഞ്ഞിട്ടുണ്ട് പവർ BI, മൈക്രോസോഫ്റ്റ് പവർ BI ആണ് കുറച്ചും കൂടി നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കാം കേട്ടോ. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് വെച്ചാൽ സെയിം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, നമ്മൾ വേറെ വേറെ ടെർമിനോളജീസിൽ ഇത് പറയണമെന്നേ ഉള്ളൂ. ഫൈൻ. നമ്മുടെ ഡാറ്റയെ കുറിച്ചുള്ള ഒരു സ്റ്റഡി, അതിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു സ്റ്റഡിയാണ് എന്ത്, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കാം. ഓക്കെ, സ്റ്റഡി ഓഫ് കളക്ഷൻ, പിന്നെന്താ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, സ്പെല്ലിംഗ് മാറിപ്പോയി,
പിന്നെന്താ പ്രസൻറ്റേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റഡീനെ നമുക്ക് എന്താ പറയാം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൽ 2 ടൈപ്പാണ് മെയിനായിട്ടും വരുന്നുണ്ടായിരിക്കാം. ഒന്ന് ഡിസ്ക്രിപ്റ്റീവും വരുന്നുണ്ടായിരിക്കും, അതേപോലെ തന്നെ വരുന്നതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 2 ടൈപ്പ് ഡാറ്റ എടുക്കാം. ഒന്ന് എൻറ്റയർ പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റ, അതല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു സാമ്പിൾ എന്ന രീതിയിൽ നമുക്ക് ഡാറ്റാസിന് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിൻ്റെയൊക്കെ ഒരു ന്യൂമറിക്കൽ സമ്മറി ആയിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും അതിൽ വരുന്നുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഫ്രീക്വൻസി, പെർസെൻറ്റേജ്, അതൊക്കെ വരുന്നതാണ് എന്ത്, ഡിസ്ക്രിപ്റ്റീവ് എന്ന രീതിയിൽ വരുന്നുണ്ടാവാം. ഓക്കെ, ഇൻഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ആ ഒരു സാമ്പിൾ ഡാറ്റയിൽ ഉണ്ടാവുന്ന ഒരു പാറ്റേൺ, ആ പാറ്റേണിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആ ഒരു എൻറ്റയർ പോപ്പുലേഷനിലുള്ള, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 100 കുട്ടികളുണ്ട്. ഓക്കെ, ആ 100 കുട്ടികളിൽ ഇപ്പോൾ ഒരു 10 കുട്ടികൾ 10 മണിക്കൂർ വീതം പഠിച്ചപ്പോൾ ആ 10 കുട്ടികൾക്ക് 100ൽ 100 മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതൊരു പാറ്റേൺ ആണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ആ ഒരു സാമ്പിൾ പാറ്റേൺ യൂസ് ചെയ്തിട്ട് ആ എൻറ്റയർ പോപ്പുലേഷനെ ഒരു കൺക്ലൂഷൻ എത്തുന്നു. ഒന്നുകൂടെ പറയാം, ഒരു 100 കുട്ടികളുടെ ഡാറ്റ ഉണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരു സാമ്പിൾ നമ്മൾ എടുക്കും ആദ്യം, എന്നിട്ട് ആ സാമ്പിളിലുള്ള ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് എൻറ്റയർ പോപ്പുലേഷൻ്റെ ഒരു കൺക്ലൂഷനിൽ, അല്ലെങ്കിൽ അതിലെന്താണ് നടക്കണമെങ്കിൽ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം എന്താ പറയുക, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പോലെ ആയിരിക്കും നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ കോറിലേഷൻ കാര്യങ്ങളൊക്കെ, റിഗ്രഷൻ അനാലിസിസ്, അതൊക്കെ ഈ ഒരു ഇൻഫറൻഷ്യലിൽ വരുന്നുണ്ടായിരിക്കും. ഫൈൻ. പിന്നെ വരുന്നതാണ് പ്രെഡിക്റ്റീവ് അനാലിസിസ്. പ്രെഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡാറ്റയും അതേപോലെ തന്നെ പഴയ ഡാറ്റാസ് ഒക്കെ വെച്ച് നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നു. നമ്മൾ മെഷീൻ ലേണിംഗിൽ ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ ഏകദേശം സാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പം എന്താ പറയുക, അനലൈസ് കറൻറ്റ് or historical data in order to predict future outcomes. ഓക്കെ, എന്ന് വെച്ചാൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, ആ ഒരു പ്രഡിക്ഷൻ ആണ് എന്ത് വരുന്നുണ്ടായിരിക്കുക, ഈ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞതിൽ വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ? ഇനി ടെക്സ്റ്റ് അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് മൈനിങ് എന്നോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡാറ്റ മൈനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റിൽ നിന്ന് ഒരു ഹൈ ക്വാളിറ്റി ഇൻഫോർമേഷൻസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, അതിനിപ്പോൾ ടൈപ്പ് ചെയ്യുക എങ്ങനെയാണ്, അത് നമ്മൾ മെയിനായിട്ട് ഈ ഒരു NLP അങ്ങനത്തെ കൺസെപ്റ്റിലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മളിപ്പോൾ ജസ്റ്റ് ടെക്സ്റ്റ് മൈനിങ്ങും കൂടി പറയാം എന്ന് വേണമെങ്കിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവുന്ന ഒരു അൺസ്ട്രക്ചേർഡ് ഡാറ്റയാണ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക അല്ലേ, അതിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും പാറ്റേൺസും ഇൻസൈറ്റ്സ് ഒക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. മേ ബി യൂസിങ് NLP or using statistics or even using machine learning. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്, ഡാറ്റ അനാലിസിസ് വിത്ത് എക്സൽ ആയിരിക്കും. അത് മറക്കരുത്, ആ ഒരു ടോപ്പിക്കിലോട്ടാണ് നമ്മളിങ്ങനെ പതിയെ പതിയെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എത്തുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഒരു ഡാറ്റ അനാലിസിസിൻ്റെ ഇന്നത്തെ ഞാൻ കംപ്ലീറ്റ് തിയറി ആയിട്ട് പറഞ്ഞു പോകാം കേട്ടോ. ഡാറ്റ അനാലിസിസ് എന്താണ് നമ്മളതിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡാറ്റ അനാലിസിസിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫേസസ് ഉണ്ട്. ഫേസസ് ഓഫ്
ഡാറ്റ അനാലിസിസ്. ഓക്കെ, അതിൽ വരുന്ന ഫേസസ് ആണ് ഫസ്റ്റ് തന്നെ ഡാറ്റ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് ഡാറ്റയാണ് വേണ്ടതെന്നുള്ളൊരു ഇതുണ്ടായിരിക്കും. ഓക്കെ, എനിക്കിപ്പോൾ വേണ്ടത് കഴിഞ്ഞ 10 വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പാസ്സായിട്ടുള്ളയും ഫെയിൽ ആയിട്ടുള്ളയും കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അതാണ് എൻ്റെ റിക്വയർമെൻറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഡാറ്റേനെ കളക്ട് ചെയ്യും, ഡാറ്റ കളക്ഷൻ. പിന്നെ എന്ത് ചെയ്യും, അതിനെ പ്രോസസ് ചെയ്യും. ഓക്കെ, പ്രീ പ്രോസസ്സിങ്. പിന്നെ എന്ത് ചെയ്യുന്നു, ഡാറ്റ ക്ലീനിങ്. പിന്നെ ഡാറ്റ അനാലിസിസ്. പിന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ. ഇത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ കുറച്ച് സ്റ്റെപ്പുകൾ കൊടുത്തതാണ്. ഇതിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു 6 സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞാൻ കൊടുത്തു നോക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ? ഫൈൻ. അപ്പോൾ ഇനി എക്സൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ, ഈ ഒരു ഡാറ്റ അനാലിസിസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ എക്സലിൽ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ പവർ ബി ഐയിൽ തിയറി പ്ലസ് പ്രാക്ടിക്കൽ എന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലും അതെ, നമ്മൾ തിയറിയും ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ടായിരിക്കും. ഡാറ്റ അനാലിസിസ് എന്നൊരു കൺസെപ്റ്റാണ് മെയിനായിട്ട് നോക്കുന്നുണ്ടായിരിക്കുക. ആ ഒരു കൺസെപ്റ്റും അതിൻ്റെ എക്സലിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് എന്താണ് ഡാറ്റ അനാലിസിസ്. ഓക്കെ, ഡാറ്റ അനാലിസിസിലുള്ള കുറച്ച് 4 അപ്രോച്ചസുകൾ ഏതൊക്കെ. ഓക്കെ, പിന്നെന്താണ് ഡാറ്റ അനാലിസിസിൻ്റെ ഒരു 6 ഫേസസ് എന്തൊക്കെ എന്നുള്ളത്. ഫൈൻ. ഇതൊക്കെ നിങ്ങളോട് ചിലപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്നുണ്ടോ. അതല്ല, നിങ്ങളിപ്പോൾ PG പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ പഠിച്ചു പോവാം. ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. എന്താണെങ്കിലും, ഏത് കോഴ്സ് പഠിക്കുന്നതാണെങ്കിലും ധൃതി പിടിക്കരുത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഈ ഒരു ഫീച്ചേർഡ് ചാനലിൽ കൊടുത്തു നോക്കുന്ന വേറെ ചാനലുണ്ടല്ലോ, അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പവർ ബി ഐയുടെ ട്യൂട്ടോറിയൽ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക. എവിടെയാണെന്നറിയോ, പവർ ബി ഐ മലയാളം ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നു. ഓക്കെ, ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളൊരു ഡാറ്റ അനലിസ്റ്റ് ആവാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ട്യൂട്ടോറിയൽ മസ്റ്റാണ്. അതിൽ ഇൻഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ അതൊന്ന് നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എക്സലിലോട്ട് വരാം. അതല്ലെങ്കിൽ ഇത് രണ്ടും പാരലലി വാച്ച് ചെയ്താലും മതി. എക്സൽ ഇപ്പോൾ ഓൺഗോയിങ് സീരീസ് ആണ്. ഇപ്പോൾ ഓഗസ്റ്റ് 23 ആണെന്ന്. അപ്പോൾ ഇതൊരു ഓൺഗോയിങ് സീരീസ് ആണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ 2 വീഡിയോ ആണ്, ഈ വീഡിയോ അടക്കം 2 വീഡിയോ ആയിരിക്കും എക്സലിൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുള്ളൂ ഇന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ പവർ ബി ഐ നിങ്ങൾ പാരലലി ഡെയിലി വാച്ച് ചെയ്ത് പൊക്കോളൂ. എനിക്ക് പവർ ബി ഐ അവിടെ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പാരലലി വാച്ച് ചെയ്ത് പോകാനായിട്ട് ഇഷ്യൂ ഉണ്ടാവില്ല. അതിന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ കമൻറ്റിൽ ചോദിക്കുക. അതല്ലെങ്കിൽ ഈ ഒരു ചാനലിലുണ്ടല്ലോ, ഇതിലിവിടെ ലിങ്ക് ട്രീ കണ്ടോ, ഈ ലിങ്ക് ട്രീ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ ജേർണൽ ഓഫ് നിമു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി. ഇവിടെ ഉണ്ട് ഈ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എന്നെ കണക്ട് ചെയ്താലും മതി. ജേർണൽ ഓഫ് നിമു ഉണ്ടാവും. അതേപോലെ തന്നെ വേറെയും കൂടി ഉണ്ടാവുമല്ലോ, ഡോക്ടർ നിമിഷ ഡേവിസ് എന്നുണ്ട്, ഈ ഒരു ചാനലും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേതാണെന്ന് വെച്ചാൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് മെസ്സേജ് അയക്കുക. ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞിട്ട് അയച്ചിടരുത്. എന്താണോ ഡൗട്ട് ആ ഡൗട്ട് മുഴുവൻ അയച്ചിടാം. ഓക്കെ, ഞാൻ ഇപ്പം നിങ്ങൾ ഹായ് അയച്ച് ഇപ്പം തന്നെ ഞാൻ റിപ്ലൈ തരണമെന്നില്ല. ചിലപ്പോൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ കാലത്തായിരിക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ടായിരിക്കും. ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് ബിസി ആണെങ്കിൽ, ഫ്രീ ആണ് ആ ടൈമിലൊക്കെ ഞാൻ തരും. അപ്പോൾ എന്ത് ചെയ്യുക, ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഹായ് ബൈ അയച്ചാൽ ഞാൻ ചിലപ്പോൾ നോക്കിയെന്ന് പോലും വരത്തില്ല. ക്ലിയർ? സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ പ്രാക്ടിക്കൽ. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഒരു വീഡിയോ തിയറി, ഒരു വീഡിയോ പ്രാക്ടിക്കൽ, അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് രണ്ടും ബാലൻസ് ചെയ്ത് നമുക്ക് പോകാമല്ലോ. ഓക്കെ, ബൈ.